CSR ഫണ്ട് തട്ടിപ്പിൽ കൊല്ലത്തെ പോലീസ് സ്റ്റേഷനുകളിലും പരാതികൾ ലഭിച്ചു. ചവറ, കരുനാഗപ്പള്ളി, ഓച്ചിറ സ്റ്റേഷനുകളിലായി 45 പരാതികളാണ് ഇതുവരെ ലഭിച്ചത്. പകുതി വിലയ്ക്ക് സ്കൂട്ടർ, ഗൃഹോപകരണങ്ങൾ, കമ്പ്യൂട്ടറുകൾ എന്നിങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ നൽകിയായിരുന്നു തട്ടിപ്പ്. ഓരോ പഞ്ചായത്തിലും കമ്മിറ്റികൾ രൂപീകരിച്ചായിരുന്നു തട്ടിപ്പ് നടത്തി വന്നത്. വാഗ്ദാനങ്ങളിൽ വീണത് നിരവധി പേർ. സംഭവം തട്ടിപ്പാണെന്ന് മനസ്സിലായതോടെയാണ് പരാതികളുമായി ആളുകൾ എത്തി തുടങ്ങിയത്. കൊല്ലത്ത് ചവറ പോലീസ് സ്റ്റേഷനിൽ മാത്രം ലഭിച്ചത് 40ഓളം പരാതികൾ. കൂടാതെ കരുനാഗപ്പള്ളിയിലും ഓച്ചിറയിലും പരാതിക്കാർ എത്തിയിരുന്നു. ഒപ്പം കേസിൽ അറസ്റ്റിലായ അനന്തകൃഷ്ണൻ നേതൃത്വം നൽകിയ സ്വീഡ് ഏജൻസിയുടെ ചുമതലക്കാരൻ കരുനാഗപ്പള്ളി തഴവ സ്വദേശി മുഹമ്മദ് നൌഫലും പോലീസിനെ സമീപിച്ചു. 3 മാസം പറഞ്ഞ പ്രോജക്റ്റുകൾ 4 മാസം കഴിഞ്ഞിട്ട് 4.5 മാസത്തോട് അടുക്കുമ്പോഴും കിട്ടാതാവുകയും ഈ വാർത്തകളിലൊക്കെ ഇത് തട്ടിപ്പാണെന്ന് വരികയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നമ്മളും പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലാവുന്നതും അത് പരാതിയിലേക്ക് നയിക്കുന്നതും. കഴിഞ്ഞ ദിവസം ACPക്ക് കരുനാഗപ്പള്ളി ACPക്ക് പരാതി നൽകിയിരുന്നു. അത് SHOയുടെ പരിധിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ആരും വിശ്വസിക്കുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ. എല്ലാം ഘട്ടം ഘട്ടമായി നടന്നു. ആദ്യഘട്ടത്തിൽ പകുതി വിലയ്ക്ക് സാമഗ്രികൾ ലഭിച്ചിരുന്നു. പിന്നീട് അത് നിലച്ചു. ഇതോടെ കോഓർഡിനേറ്റർമാരും കുടുങ്ങി. ഇപ്പോഴും സത്യം പറഞ്ഞാൽ തട്ടിപ്പാണ് എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കാരണം അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് വെബ് പോർട്ടൽ മുഖാന്തരം ഓരോ സ്റ്റെപ്പ് വെരിഫിക്കേഷനുകളും ഒക്കെ നടത്തിയാണ് ഈ അപ്ലിക്കേഷൻ സ്വീകരിച്ചിട്ടുള്ളത്. പ്രമുഖ വ്യക്തികൾ നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണെന്ന് കരുതിയാണ് പലരും ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായത്. എന്നാൽ മാസങ്ങൾക്ക് മുൻപേ പ്രമുഖരെല്ലാം തലപ്പ് നിന്ന് ഒഴിഞ്ഞു. ഇക്കാര്യം അവർ വെളിപ്പെടുത്തിയതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയത്. നിലവിൽ പരാതികൾ ലഭിച്ചെങ്കിലും പോലീസ് കേസെടുത്തിട്ടില്ല. പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുക്കാനാണ് തീരുമാനം. തട്ടിപ്പിനിരയായ നിരവധി പേർ ഇതിനോടകം തന്നെ വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ജനം, കൊല്ലം.